ഫ്രണ്ട്സ്, ഇൻസൈറ്റ് PSC കോച്ചിങ്ങിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. പ്രിലിംസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി കറണ്ട് അഫയേഴ്സ് വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. 2020 ജനുവരി മാസത്തെ ആദ്യ ഭാഗമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ജനുവരി മാസത്തെ വിവരങ്ങൾ അടിസ്ഥാനമാക്കി തയ്യാറാക്കിയത് കൊണ്ട് തന്നെ എന്തെങ്കിലും അപ്ഡേഷൻ വരുവാണെങ്കിൽ അത് നെക്സ്റ്റ് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കിയാലോ. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ലോകാരോഗ്യ സംഘടന ആഗോളതലത്തിൽ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് എന്തുമായി ബന്ധപ്പെട്ടാണ്? ഉത്തരം: കൊറോണ വൈറസ് ബാധ. ചൈനയിലെ കൊറോണ വൈറസ് ബാധയുടെ പശ്ചാത്തലത്തിൽ ലോകാരോഗ്യ സംഘടന ആഗോളതലത്തിൽ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ജനീവയിൽ നടന്ന ലോകാരോഗ്യ സംഘടനയുടെ അടിയന്തര യോഗത്തിലാണ് തീരുമാനം. ലോകാരോഗ്യ സംഘടന ആഗോളതലത്തിൽ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് എന്തുമായി ബന്ധപ്പെട്ടാണ്? ഉത്തരം: കൊറോണ വൈറസ് ബാധ. ചൈനയിലെ കൊറോണ വൈറസ് ബാധയുടെ പശ്ചാത്തലത്തിൽ ലോകാരോഗ്യ സംഘടന ആഗോളതലത്തിൽ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ജനീവയിൽ ചേർന്ന ലോകാരോഗ്യ സംഘടനയുടെ അടിയന്തര യോഗത്തിലാണ് തീരുമാനം. രണ്ടാമത്തെ ചോദ്യം: വാട്സപ്പിനു പകരം സർക്കാർ ജീവനക്കാർക്കിടയിൽ ആശയവിനിമയത്തിനായി കേന്ദ്ര സർക്കാർ തയ്യാറാക്കുന്ന പുതിയ മൊബൈൽ ആപ്ലിക്കേഷൻ്റെ പേരെന്ത്? ഉത്തരം: ജിംസ്. ഗവൺമെൻറ് ഇൻസ്റ്റൻറ്റ് മെസ്സേജിംഗ് സിസ്റ്റം എന്നതിൻ്റെ ചുരുക്കരൂപമാണ് ജിംസ്. നാഷണൽ ഇൻഫർമാറ്റിക് സെൻ്ററാണ് ഇത് വികസിപ്പിച്ചെടുത്തത്. വാട്സപ്പ് ഫീച്ചറുകളെല്ലാം ഉൾപ്പെടുത്തിയാണ് പുതിയ സംവിധാനം തയ്യാറാക്കുന്നത്. വാട്സപ്പിനു പകരം സർക്കാർ ജീവനക്കാർക്കിടയിൽ ആശയവിനിമയത്തിനായി കേന്ദ്ര സർക്കാർ തയ്യാറാക്കുന്ന പുതിയ മൊബൈൽ ആപ്ലിക്കേഷൻ്റെ പേര് എന്ത്? ഉത്തരം: ജിംസ്. ഗവൺമെൻറ് ഇൻസ്റ്റൻറ്റ് മെസ്സേജിംഗ് സിസ്റ്റം എന്നതിൻ്റെ ചുരുക്കരൂപമാണ് ജിംസ്. നാഷണൽ ഇൻഫർമാറ്റിക് സെൻ്ററാണ് ഇത് വികസിപ്പിച്ചെടുത്തത്. വാട്സപ്പ് ഫീച്ചറുകളെല്ലാം ഉൾപ്പെടുത്തിയാണ് പുതിയ സംവിധാനം തയ്യാറാക്കുന്നത്. മൂന്നാമത്തെ ചോദ്യം നോക്കിയാലോ. സംസ്ഥാന പാരൻസ് ആൻഡ് ടീച്ചേഴ്സ് അസോസിയേഷൻ്റെ അക്ഷരം ഗുരുശ്രേഷ്ഠ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? ഉത്തരം: MT വാസുദേവൻ നായർ. സാഹിത്യ സാംസ്കാരിക മേഖലയിലെ ഗുരുക്കന്മാരെ ആദരിക്കുന്നതിനായി ഏർപ്പെടുത്തിയിരിക്കുന്ന പുരസ്കാരമാണ് ഇത്. സംസ്ഥാന പാരൻസ് ആൻഡ് ടീച്ചേഴ്സ് അസോസിയേഷൻ്റെ അക്ഷരം ഗുരുശ്രേഷ്ഠ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? MT വാസുദേവൻ നായർ. സാഹിത്യ സാംസ്കാരിക മേഖലയിലെ ഗുരുക്കന്മാരെ ആദരിക്കുന്നതിനായി ഏർപ്പെടുത്തിയിരിക്കുന്ന പുരസ്കാരമാണിത്. നാലാമത്തെ ചോദ്യം: ഗ്രാമി പുരസ്കാരം ഏത് രംഗത്തെ മികവിനുള്ളതാണ്? ഉത്തരം: സംഗീതം. അമേരിക്കയിലെ ദ റെക്കോർഡിംഗ് അക്കാദമിയാണ് സംഗീത രംഗത്തെ മികവിന് എല്ലാ വർഷവും ഗ്രാമി അവാർഡ് നൽകുന്നത്. ഗ്രാമഫോൺ അവാർഡ് എന്നതിൻ്റെ ചുരുക്കപ്പേരാണ് ഗ്രാമി. 1959 ഈ അവാർഡ് ആദ്യമായി നൽകിയത്. 62ാമത് അവാർഡ് 2020 ജനുവരി 27 പ്രഖ്യാപിച്ചു. മികച്ച ഗാനം, ആൽബം, റെക്കോർഡ്, പുതുമുഖ സംഗീതജ്ഞ, ആൽബം ഓഫ് ദ ഇയർ എന്നിങ്ങനെ 5 പുരസ്കാരങ്ങൾ നേടി ബില്ലി ഐലിഷ് എന്ന 18കാരി ഇത്തവണ റെക്കോർഡിട്ടു. ഗ്രാമി പുരസ്കാരം ഏത് രംഗത്തെ മികവിനുള്ളതാണ്? ഉത്തരം: സംഗീതം. അമേരിക്കയിലെ ദ റെക്കോർഡിംഗ് അക്കാദമിയാണ് സംഗീത രംഗത്തെ മികവിന് എല്ലാ വർഷവും ഗ്രാമി അവാർഡ് നൽകുന്നത്. ഗ്രാമഫോൺ അവാർഡ് എന്നതിൻ്റെ ചുരുക്കപ്പേരാണ് ഗ്രാമി. 1959 ഈ അവാർഡ് ആദ്യമായി നൽകി തുടങ്ങിയത്. 62ാമത് അവാർഡ് 2020 ജനുവരി 27 പ്രഖ്യാപിച്ചു. മികച്ച ഗാനം, ആൽബം, റെക്കോർഡ്, പുതുമുഖ സംഗീതജ്ഞ, ആൽബം ഓഫ് ദ ഇയർ എന്നിങ്ങനെ 5 പുരസ്കാരങ്ങൾ നേടി ബില്ലി ഐലിഷ് എന്ന 18കാരി ഇത്തവണ റെക്കോർഡിട്ടു. അഞ്ചാമത്തെ ചോദ്യം: പത്മശ്രീ ലഭിച്ച കേരളത്തിൽ നിന്നുള്ള നോക്കുവിദ്യ പാവകളി കലാകാരി ആരാണ്? ഉത്തരം: മൂഴിക്കൽ പങ്കജാക്ഷി. കേരളത്തിൽ നിന്നുള്ള നോക്കുവിദ്യ പാവകളി കലാകാരി മൂഴിക്കൽ പങ്കജാക്ഷി സാമൂഹിക പ്രവർത്തക MK കുഞ്ഞോൾ, സസ്യവർഗീകരണ ശാസ്ത്രജ്ഞൻ KS മണിലാൽ, സാഹിത്യകാരൻ N ചന്ദ്രശേഖരൻ നായർ, സാമൂഹിക പ്രവർത്തകൻ സത്യനാരായണൻ മുണ്ടയൂർ എന്നിവർ ഉൾപ്പെടെ 118 പേർ പത്മശ്രീ പുരസ്കാരത്തിന് അർഹരായി. അപ്പോൾ പത്മശ്രീ ലഭിച്ച കേരളത്തിൽ നിന്നുള്ള നോക്കുവിദ്യ പാവകളി കലാകാരി ആരാണെന്ന് ചോദിച്ചാൽ ഉത്തരം മൂഴിക്കൽ
പങ്കജാക്ഷി. അവരെ കൂടാതെ 118 പേർ പുരസ്കാരത്തിന് അർഹരായി. അതിൽ കുറച്ച് പേരെ ഇവിടെ പറയുന്നുണ്ട്. സാമൂഹിക പ്രവർത്തകയായ MK കുഞ്ഞോൾ, സസ്യവർഗീകരണ ശാസ്ത്രജ്ഞനായ KS മണിലാൽ, സാഹിത്യകാരനായ N ചന്ദ്രശേഖരൻ നായർ, സാമൂഹിക പ്രവർത്തകനായ സത്യനാരായണൻ മുണ്ടയൂർ തുടങ്ങിയവരാണ് കേരളത്തിൽ നിന്ന് പത്മശ്രീ ലഭിച്ച മറ്റു പ്രമുഖർ. ആറാമത്തെ ചോദ്യം, കേന്ദ്ര സർക്കാർ ജനുവരി 27 ഒപ്പുവച്ച ബോഡോ ഉടമ്പടി ഏത് സംസ്ഥാനത്തെ ബോഡോ തീവ്രവാദം അവസാനിപ്പിക്കുവാനുള്ളതാണ്? ഉത്തരം അസം. അസമിലെ ബോഡോ വിഭാഗക്കാർക്ക് പ്രത്യേക സംസ്ഥാനം വേണമെന്ന ആവശ്യവുമായി സായുധ പോരാട്ടം നടത്തുന്നവരാണ് ബോഡോ സായുധ സംഘങ്ങൾ. 27 വർഷത്തിനിടെ ബോഡോ പ്രക്ഷോഭകാരികളുമായി കേന്ദ്ര സർക്കാർ ഒപ്പിടുന്ന മൂന്നാമത്തെ കരാറാണ് ഇത്തവണത്തേത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ സാന്നിധ്യത്തിൽ അസം മുഖ്യമന്ത്രി സർബാനന്ദ് സോനോവാളാണ് ബോഡോ സംഘങ്ങളുടെ നേതാക്കൾക്കൊപ്പം കരാറിൽ ഒപ്പിട്ടത്. കേന്ദ്ര സർക്കാർ ജനുവരി 27 ഒപ്പുവച്ച ബോഡോ ഉടമ്പടി ഏത് സംസ്ഥാനത്തെ ബോഡോ തീവ്രവാദം അവസാനിപ്പിക്കുവാനുള്ളതാണ്? ഉത്തരം അസം. അസമിലെ ബോഡോ വിഭാഗക്കാർക്ക് പ്രത്യേക സംസ്ഥാനം വേണമെന്ന ആവശ്യവുമായി സായുധ പോരാട്ടം നടത്തുന്നവരാണ് ബോഡോ സായുധ സംഘങ്ങൾ. 27 വർഷത്തിനിടെ ബോഡോ പ്രക്ഷോഭകാരികളുമായി കേന്ദ്ര സർക്കാർ ഒപ്പിടുന്ന മൂന്നാമത്തെ കരാറാണ് ഇത്തവണത്തേത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ സാന്നിധ്യത്തിൽ അസം മുഖ്യമന്ത്രിയായ സർബാനന്ദ് സോനോവാളാണ് ബോഡോ സംഘടനയുടെ നേതാക്കൾക്കൊപ്പം കരാറിൽ ഒപ്പിട്ടത്. ഏഴാമത്തെ ചോദ്യം, കേരളത്തിൽ നിന്നും പത്മഭൂഷൺ ലഭിച്ചത് ആർക്ക്? ശ്രീ M. പിന്നെ NR മാധവൻ മേനോൻ. അദ്ദേഹത്തിന് മരണാനന്തര ബഹുമതിയായിട്ടാണ് പത്മഭൂഷൺ ലഭിച്ചത്. കേരളത്തിൽ നിന്നും പത്മഭൂഷൺ ലഭിച്ചത് ആർക്ക്? ശ്രീ M. കൂടാതെ NR മാധവൻ മേനോൻ. സയ്യിദ് മുവാസം അലി, മുസാഫർ ഹുസൈൻ ബൈഗ്, അജോയ് ചക്രവർത്തി, മനോജ് ദാസ്, ബാലകൃഷ്ണ ദോഷി, കൃഷ്ണമ്മാൾ ജഗന്നാഥൻ, SC ജാമിർ, അനിൽ പ്രകാശ് ജോഷി, സെറിങ് ലണ്ടോൺ, ആനന്ദ് മഹീന്ദ്ര, മനോഹർ പരീക്കർ, ജഗദീഷ് ഷേത്ത്, PV സിന്ധു, വേണു ശ്രീനിവാസൻ എന്നിവരാണ് മറ്റു പത്മഭൂഷൺ ജേതാക്കൾ. കേരളത്തിൽ നിന്നും പത്മഭൂഷൺ ലഭിച്ചത് ആർക്ക്? ശ്രീ M. കൂടാതെ NR മാധവ മേനോൻ. എട്ടാമത്തെ ചോദ്യം, ഏത് കലയിലെ മികവിനാണ് 2020 ചിന്നുലാൽ മിശ്രയ്ക്ക് പത്മവിഭൂഷൺ ലഭിച്ചത്? ഉത്തരം ഹിന്ദുസ്ഥാനി സംഗീതം. ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ സിവിലിയൻ ബഹുമതിയാണ് പത്മവിഭൂഷൺ. 7 പേർക്കാണ് ഇത്തവണ പത്മവിഭൂഷൺ ലഭിച്ചത്. സോഷ്യലിസ്റ്റ് നേതാവ് ജോർജ് ഫെർണാണ്ടസ്, മുൻ കേന്ദ്രമന്ത്രിമാരായ അരുൺ ജെയ്റ്റ്ലി, സുഷമ സ്വരാജ്, ഉഡുപ്പി മഠാധിപതിയായിരുന്ന വിശ്വേശ തീർത്ഥ സ്വാമി എന്നിവർക്ക് മരണാനന്തര ബഹുമതിയായി പത്മവിഭൂഷൺ സമർപ്പിച്ചു. ബോക്സിംഗ് താരം മേരി കോം, മൗറീഷ്യസ് പൊതുപ്രവർത്തകൻ അനിരുദ്ധ് ജഗ്നാഥ് എന്നിവരാണ് ചിന്നുലാൽ മിശ്രയ്ക്ക് പുറമെ പത്മവിഭൂഷൺ നേടിയ ജീവിച്ചിരിക്കുന്നവർ. 16 പേർക്ക് പത്മഭൂഷണും 118 പേർക്ക് പത്മശ്രീയും ഇത്തവണ സമ്മാനിച്ചു. ഏത് കലയിലെ മികവിനാണ് 2020 ചിന്നുലാൽ മിശ്രയ്ക്ക് പത്മവിഭൂഷൺ ലഭിച്ചത്? ഉത്തരം ഹിന്ദുസ്ഥാനി സംഗീതം. ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ സിവിലിയൻ ബഹുമതിയാണ് പത്മവിഭൂഷൺ. 7 പേർക്കാണ് ഇത്തവണ പത്മവിഭൂഷൺ ലഭിച്ചത്. സോഷ്യലിസ്റ്റ് നേതാവായ ജോർജ് ഫെർണാണ്ടസ്, മുൻ കേന്ദ്രമന്ത്രിമാരായ അരുൺ ജെയ്റ്റ്ലി, സുഷമ സ്വരാജ്, ഉഡുപ്പി മഠാധിപതിയായിരുന്ന വിശ്വേശ തീർത്ഥ സ്വാമി എന്നിവർക്ക് മരണാനന്തര ബഹുമതിയായി പത്മവിഭൂഷൺ സമർപ്പിച്ചു. ബോക്സിംഗ് താരം മേരി കോം, മൗറീഷ്യസ് പൊതുപ്രവർത്തകൻ അനിരുദ്ധ് ജഗ്നാഥ് എന്നിവരാണ് ചിന്നുലാൽ മിശ്രയ്ക്ക് പുറമെ പത്മവിഭൂഷൺ നേടിയ ജീവിച്ചിരിക്കുന്നവർ. 9ാമത്തെ ചോദ്യം ഏതാണെന്ന് നോക്കിയാലോ. അന്താരാഷ്ട്ര സസ്യ ആരോഗ്യ വർഷം, അതായത് ഇൻ്റർനാഷണൽ ഇയർ ഓഫ് പ്ലാന്റ് ഹെൽത്ത് ആയി ആചരിക്കാൻ തീരുമാനിച്ചത് ഏത് വർഷമാണ്? ഉത്തരം 2020. ഐക്യരാഷ്ട്രസഭയുടെ 2018 ജനറൽ അസംബ്ലിയിലാണ് 2020 അന്താരാഷ്ട്ര സസ്യ ആരോഗ്യ വർഷമായി ആചരിക്കാൻ തീരുമാനമായത്. 2030 ആകുമ്പോഴേക്കും
സസ്യാരോഗ്യത്തിലൂടെ സുസ്ഥിര വികസനം എന്ന കാഴ്ചപ്പാട് പ്രാവർത്തികമാക്കാനാണ് FAO ശ്രമിക്കുന്നത്. അന്താരാഷ്ട്ര സസ്യ ആരോഗ്യ വർഷമായി ആചരിക്കാൻ തീരുമാനിച്ചത് ഏത് വർഷമാണ്? ഉത്തരം 2020. ഐക്യരാഷ്ട്രസഭയുടെ 2018 ജനറൽ അസംബ്ലിയിലാണ് 2020 അന്താരാഷ്ട്ര സസ്യ ആരോഗ്യ വർഷം ആയി ആചരിക്കാൻ തീരുമാനമായത്. 10ാമത്തെ ചോദ്യം. അമേരിക്കയിൽ ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ട കോബി ബ്രയാൻറ്റ് ഏത് കളിയിലെ ലോകപ്രശസ്ത താരമായിരുന്നു? ഉത്തരം ബാസ്കറ്റ്ബോൾ. അമേരിക്കൻ ബാസ്കറ്റ്ബോൾ ഇതിഹാസമായ കോബി ബ്രയൻറ്റ് ജനുവരി 26 കാലിഫോർണിയയിലെ കലബസാസിൽ ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ടത്. 5 തവണ ലോക ചാമ്പ്യൻ, 18 തവണ ഓൾ സ്റ്റാർ, മോസ്റ്റ് വാല്യുബിൾ പ്ലെയർ, 2 തവണ ഒളിമ്പിക് സ്വർണ്ണ മെഡൽ തുടങ്ങിയ നേട്ടങ്ങൾ കോബി ബ്രയൻറ്റ് സ്വന്തമാക്കിയിട്ടുണ്ട്. അമേരിക്കയിൽ ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ട കോബി ബ്രയാൻറ്റ് ഏത് കളിയിലെ ലോകപ്രശസ്ത താരമായിരുന്നു? ഉത്തരം ബാസ്കറ്റ്ബോൾ. അമേരിക്കൻ ബാസ്കറ്റ്ബോൾ ഇതിഹാസമായ കോബി ബ്രയാൻറ്റ് ജനുവരി 26 കാലിഫോർണിയയിലെ കലബസാസിൽ ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ടത്. 5 തവണ ലോക ചാമ്പ്യൻ, 18 തവണ ഓൾ സ്റ്റാർ, മോസ്റ്റ് വാല്യുബിൾ പ്ലെയർ, 2 തവണ ഒളിമ്പിക് സ്വർണ്ണ മെഡൽ തുടങ്ങിയ നേട്ടങ്ങൾ കോബി ബ്രയാൻറ്റ് സ്വന്തമാക്കിയിട്ടുണ്ട്. 11ാമത്തെ ചോദ്യം. 71ാമത് റിപ്പബ്ലിക് ദിനാചരണത്തോടനുബന്ധിച്ച് പാവങ്ങൾക്ക് 10 രൂപയ്ക്ക് ഭക്ഷണം ലഭ്യമാക്കുന്ന ശിവഭോജൻ സ്കീം തുടങ്ങിയത് ഏത് സംസ്ഥാന സർക്കാരാണ്? ഉത്തരം മഹാരാഷ്ട്ര. സംസ്ഥാനത്തെ എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും ഒരു ശിവഭോജൻ ക്യാൻറ്റീൻ തുടങ്ങാനാണ് മഹാരാഷ്ട്ര സർക്കാരിൻ്റെ തീരുമാനം. പദ്ധതി വിജയിച്ചാൽ കൂടുതൽ കേന്ദ്രങ്ങളിൽ ക്യാൻറ്റീൻ തുടങ്ങും. 6.4 കോടി രൂപയാണ് പദ്ധതിക്കായി നീക്കിവെച്ചിരിക്കുന്നത്. 71ാമത് റിപ്പബ്ലിക് ദിനാചരണത്തോടനുബന്ധിച്ച് പാവങ്ങൾക്ക് 10 രൂപയ്ക്ക് ഭക്ഷണം ലഭ്യമാക്കുന്ന ശിവഭോജൻ സ്കീം തുടങ്ങിയത് ഏത് സംസ്ഥാന സർക്കാരാണ്? ഉത്തരം മഹാരാഷ്ട്ര. സംസ്ഥാനത്തെ എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും ഒരു ശിവഭോജൻ ക്യാൻറ്റീൻ തുടങ്ങാനാണ് മഹാരാഷ്ട്ര സർക്കാരിൻ്റെ തീരുമാനം. പദ്ധതി വിജയിച്ചാൽ കൂടുതൽ കേന്ദ്രങ്ങളിൽ ക്യാൻറ്റീൻ തുടങ്ങും. 6.4 കോടി രൂപയാണ് പദ്ധതിക്കായി നീക്കിവച്ചിരിക്കുന്നത്. 12ാമത്തെ ചോദ്യം. ഇന്ത്യയും ഏത് രാജ്യവും തമ്മിൽ നടക്കുന്ന ഉന്നതതല ചർച്ചകളാണ് ഗംഗ വോൾഗ ഡയലോഗ് എന്നറിയപ്പെടുന്നത്? ഉത്തരം ഇന്ത്യയും റഷ്യയും. ജനുവരി 22 ഡൽഹിയിലായിരുന്നു ചർച്ച. ഗംഗ വോൾഗ ഡയലോഗ് ഓഫ് സിവിലൈസേഷൻ എന്നായിരുന്നു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചർച്ചയുടെ മുഴുവൻ പേര്. 2018 നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനും തമ്മിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ഉരുത്തിരിഞ്ഞ ആശയമാണ് കൂടുതൽ സഹകരണത്തിനുള്ള ഗംഗ വോൾഗ ഡയലോഗ്. പരസ്പര ബന്ധം മെച്ചപ്പെടുത്താനുള്ള സാധ്യതകളാണ് ഇത്തവണത്തെ ചർച്ചയിൽ പ്രധാനമായി നടന്നത്. റഷ്യയുടെ ദേശീയ നദിയായി പരിഗണിക്കപ്പെടുന്ന വോൾഗ യൂറോപ്പിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ്. ഇന്ത്യയും ഏത് രാജ്യവും തമ്മിൽ നടക്കുന്ന ഉന്നതതല ചർച്ചകളാണ് ഗംഗ വോൾഗ ഡയലോഗ് എന്നറിയപ്പെടുന്നത്? ഉത്തരം ഇന്ത്യയും റഷ്യയും. ജനുവരി 22 ഡൽഹിയിലായിരുന്നു ചർച്ച. ഗംഗ വോൾഗ ഡയലോഗ് ഓഫ് സിവിലൈസേഷൻ എന്നായിരുന്നു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചർച്ചയുടെ മുഴുവൻ പേര്. 2018 നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനും തമ്മിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ഉരുത്തിരിഞ്ഞ ആശയമാണ് കൂടുതൽ സഹകരണത്തിനുള്ള ഗംഗ വോൾഗ ഡയലോഗ്. പരസ്പര ബന്ധം മെച്ചപ്പെടുത്താനുള്ള സാധ്യതകളാണ് ഇത്തവണത്തെ ചർച്ചയിൽ പ്രധാനമായി നടന്നത്. റഷ്യയുടെ ദേശീയ നദിയായി പരിഗണിക്കപ്പെടുന്ന വോൾഗ യൂറോപ്പിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ്. 13ാമത്തെ ചോദ്യം. ഒട്ടേറെ പേരുടെ മരണത്തിനിടയാക്കി ചൈനയിൽ പടർന്നു പിടിക്കുന്ന പുതിയ വൈറസിന് ലോകാരോഗ്യ സംഘടന നൽകിയ പേര് എന്ത്? ഉത്തരം 2019 നോവൽ കൊറോണ. ചൈനീസ് നഗരമായ വുഹാനിലാണ് രോഗത്തിൻ്റെ പ്രഭവ കേന്ദ്രം. ചൈനയ്ക്ക് പുറമെ ഒട്ടേറെ വിദേശ രാജ്യങ്ങളിലും വൈറസിൻ്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഒട്ടേറെ പേരുടെ മരണത്തിനിടയാക്കിയ ചൈനയിൽ പടർന്നു പിടിക്കുന്ന പുതിയ വൈറസിന് ലോകാരോഗ്യ സംഘടന നൽകിയ പേര് എന്ത്? ഉത്തരം 2019 നോവൽ കൊറോണ. ചൈനീസ് നഗരമായ വുഹാനിലാണ് രോഗത്തിൻ്റെ പ്രഭവ കേന്ദ്രം. ചൈനയ്ക്ക് പുറമെ ഒട്ടേറെ വിദേശ രാജ്യങ്ങളിലും വൈറസിൻ്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്.
14-ാമത്തെ ചോദ്യം. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ എയർ ഇന്ത്യയുടെ എത്ര ശതമാനം ഓഹരികളാണ് കേന്ദ്ര സർക്കാർ വിൽക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്? ഉത്തരം 100%. എയർ ഇന്ത്യയുടെയും എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെയും മുഴുവൻ ഓഹരികളും വിൽക്കാനാണ് കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനം. സിംഗപ്പൂർ എയർലൈൻസുമായി സഹകരിച്ചിട്ടുള്ള സംയുക്ത സംരംഭമായ ഐസാറ്റിൻ്റെ പകുതി ഓഹരികളും ഇതോടൊപ്പം വിൽക്കും. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ എയർ ഇന്ത്യയുടെ എത്ര ശതമാനം ഓഹരികളാണ് കേന്ദ്ര സർക്കാർ വിൽക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്? ഉത്തരം 100%. എയർ ഇന്ത്യയുടെയും എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെയും മുഴുവൻ ഓഹരികളും വിൽക്കാനാണ് കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനം. സിംഗപ്പൂർ എയർലൈൻസുമായി സഹകരിച്ചിട്ടുള്ള സംയുക്ത സംരംഭമായ ഐസാറ്റിൻ്റെ പകുതി ഓഹരികളും ഇതോടൊപ്പം വിൽക്കും. 15-ാമത്തെ ചോദ്യം. ദേശീയ സമ്മതിദായക ദിനം എന്നായിരുന്നു? ഉത്തരം ജനുവരി 25. ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ വന്നതിൻ്റെ സ്മരണയ്ക്കായാണ് ജനുവരി 25 എല്ലാ വർഷവും ദേശീയ സമ്മതിദായക ദിനമായി ആചരിക്കുന്നത്. 1950 ജനുവരി 25-നാണ് ഇന്ത്യയിൽ ഇലക്ഷൻ കമ്മീഷൻ സ്ഥാപിതമായത്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 324 പ്രകാരമാണ് ഇലക്ഷൻ കമ്മീഷൻ രൂപീകരിച്ചത്. 2011-ലാണ് ജനുവരി 25 വോട്ടേഴ്സ് ദിനമായി ആദ്യം ആചരിച്ചത്. 2020-ലേത് 10ാമത് സമ്മതിദായക ദിനാചരണമായിരുന്നു. ദേശീയ സമ്മതിദായക ദിനം എന്നായിരുന്നു? ഉത്തരം ജനുവരി 25. ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ വന്നതിൻ്റെ സ്മരണയ്ക്കായാണ് ജനുവരി 25 എല്ലാ വർഷവും ദേശീയ സമ്മതിദായക ദിനമായി ആചരിക്കുന്നത്. 1950 ജനുവരി 25-നാണ് ഇന്ത്യയിൽ ഇലക്ഷൻ കമ്മീഷൻ സ്ഥാപിതമായത്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 324 പ്രകാരമാണ് ഇലക്ഷൻ കമ്മീഷൻ രൂപീകരിച്ചത്. 2011-ലാണ് ജനുവരി 25 വോട്ടേഴ്സ് ദിനമായി ആദ്യം ആചരിച്ചത്. 2020-ലേത് 10ാമത് സമ്മതിദായക ദിനാചരണമായിരുന്നു. 16-ാമത്തെ ചോദ്യം. സ്വതന്ത്ര ഇന്ത്യയിലെ എത്രാമത് സെൻസസ് ആണ് 2021 നടക്കാനിരിക്കുന്നത്? ഉത്തരം 8ാമത്. 1951-ലാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ സെൻസസ് നടന്നത്. ഇന്ത്യയിൽ ആദ്യ സെൻസസ് നടന്നത് 1872-ലാണ്. എന്നാൽ ശാസ്ത്രീയ രീതിയിൽ ആദ്യ സെൻസസ് നടന്നത് 1881-ലാണ്. 31 ചോദ്യങ്ങളടങ്ങുന്ന വിവരശേഖരണമാണ് 2021-ലെ സെൻസസിൽ നടക്കുന്നത്. 2020 സെപ്റ്റംബറിൽ സെൻസസ് പ്രവർത്തനങ്ങൾ തുടങ്ങും. സ്വതന്ത്ര ഇന്ത്യയിലെ എത്രാമത് സെൻസസ് ആണ് 2021 നടക്കാനിരിക്കുന്നത്? ഉത്തരം 8ാമത്. 1951-ലാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ സെൻസസ് നടന്നത്. ഇന്ത്യയിൽ ആദ്യ സെൻസസ് നടന്നത് 1872-ലാണ്. എന്നാൽ ശാസ്ത്രീയ രീതിയിൽ ആദ്യ സെൻസസ് നടന്നത് 1881-ലാണ്. 31 ചോദ്യങ്ങളടങ്ങുന്ന വിവരശേഖരണമാണ് 2021-ലെ സെൻസസിൽ നടക്കുന്നത്. 2020 സെപ്റ്റംബറിൽ സെൻസസ് പ്രവർത്തനങ്ങൾ തുടങ്ങും. 17-ാമത്തെ ചോദ്യം. 72ാമത് കരസേനാ ദിനമായി ആചരിച്ചത് എന്ന്? ഉത്തരം ജനുവരി 15. 1949 ജനുവരി 15-നാണ് ഇന്ത്യൻ കരസേനയുടെ ആദ്യ ജനറലായി KM കരിയപ്പ ചുമതലയേറ്റത്. ബ്രിട്ടനിൽ നിന്നുള്ള ഔദ്യോഗികമായ സൈനിക അധികാര കൈമാറ്റം കൂടിയായിരുന്നു ഇത്. 1953 ജനുവരി 14 വരെ കരിയപ്പ ഈ പദവിയിൽ തുടർന്നു. സായുധ സേന വെറ്ററൻസ് ദിനമായി ആചരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വിരമിക്കൽ ദിനമായ ജനുവരി 14-നാണ്. 72ാമത് കരസേന ദിനമായി ആചരിച്ചത് എന്ന്? ജനുവരി 15. 1949 ജനുവരി 15-നാണ് ഇന്ത്യൻ കരസേനയുടെ ആദ്യ ജനറലായി KM കരിയപ്പ ചുമതലയേറ്റത്. ബ്രിട്ടനിൽ നിന്നുള്ള ഔദ്യോഗികമായ സൈനിക അധികാര കൈമാറ്റം കൂടിയായിരുന്നു ഇത്. 1953 ജനുവരി 14 വരെ കരിയപ്പ ഈ പദവിയിൽ തുടർന്നു. സായുധ സേന വെറ്ററൻസ് ദിനമായി ആചരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വിരമിക്കൽ ദിനമായ ജനുവരി 14-നാണ്. 18-ാമത്തെ ചോദ്യം. പോളി ഉംബ്രിഗർ അവാർഡ് ഏത് കായിക ഇനത്തിലെ മികവിനുള്ളതാണ്? ഉത്തരം ക്രിക്കറ്റ്. ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോളർ ബോർഡ് നൽകി വരുന്ന അവാർഡാണ് പോളി ഉംബ്രിഗർ അവാർഡ്. ഇത്തവണത്തെ അവാർഡ് ജസ്പ്രീത് ബുംറയ്ക്കും വനിതാ സ്പിന്നർ പൂനം യാദവിനും ലഭിച്ചു. പോളി ഉംബ്രിഗർ അവാർഡ് ഏത് കായിക ഇനത്തിലെ മികവിനുള്ളതാണ്? ഉത്തരം ക്രിക്കറ്റ്.
ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് നൽകി വരുന്ന അവാർഡാണ് പോളി ഉംറിഗർ അവാർഡ്. ഇത്തവണത്തെ അവാർഡ് ജസ്പ്രീത് ബുംറയ്ക്കും വനിതാ സ്പിന്നർ പൂനം യാദവിനും ലഭിച്ചു. 19ാമത്തെ ചോദ്യം, വിവർത്തന സാഹിത്യത്തിനുള്ള 2020 ക്രോസ് വേർഡ് ബുക്ക് പുരസ്കാരം നേടിയത് ആര്? ഉത്തരം എൻ പ്രഭാകരൻ. മികച്ച ഇന്ത്യൻ എഴുത്തുകാർക്കുള്ള ഈ പുരസ്കാരം 1998 തുടങ്ങിയത്. 17ാമത് പുരസ്കാരമാണ് ഇത്തവണ നൽകിയത്. 3 ലക്ഷം രൂപയാണ് സമ്മാനത്തുക. വിവർത്തന വിഭാഗത്തിലെ ക്രോസ് വേൾഡ് ബുക്ക് പുരസ്കാരമാണ് മലയാള സാഹിത്യകാരൻ എൻ പ്രഭാകരന് ലഭിച്ചത്. ഒരു മലയാളി ഭ്രാന്തൻ്റെ ഡയറി എന്ന കൃതിയുടെ ഇംഗ്ലീഷ് പരിഭാഷയ്ക്കാണ് പുരസ്കാരം. ജയശ്രീ കളത്തിലാണ് ഡയറി ഓഫ് എ മലയാളി മാഡ്മാൻ എന്ന പേരിലുള്ള ഇംഗ്ലീഷ് വിവർത്തനം തയ്യാറാക്കിയത്. വിവർത്തന സാഹിത്യത്തിനുള്ള 2020 ക്രോസ് വേർഡ് ബുക്ക് പുരസ്കാരം നേടിയത് ആര്? ഉത്തരം എൻ പ്രഭാകരൻ. മികച്ച ഇന്ത്യൻ എഴുത്തുകാർക്കുള്ള ഈ പുരസ്കാരം 1998 തുടങ്ങിയത്. 17ാമത് പുരസ്കാരമാണ് ഇത്തവണ നൽകിയത്. 3 ലക്ഷം രൂപയാണ് സമ്മാനത്തുക. വിവർത്തന വിഭാഗത്തിലെ ക്രോസ് വേർഡ് ബുക്ക് പുരസ്കാരമാണ് മലയാള സാഹിത്യകാരൻ എൻ പ്രഭാകരന് ലഭിച്ചത്. ഒരു മലയാളി ഭ്രാന്തൻ്റെ ഡയറി എന്ന കൃതിയുടെ ഇംഗ്ലീഷ് പരിഭാഷയ്ക്കാണ് പുരസ്കാരം. ജയശ്രീ കളത്തിലാണ് ഡയറി ഓഫ് എ മലയാളി മാഡ്മാൻ എന്ന പേരിലുള്ള ഇംഗ്ലീഷ് വിവർത്തനം തയ്യാറാക്കിയത്. 20ാമത്തെ ചോദ്യം, ISRO 2020 ജനുവരി 17 വിജയകരമായി വിക്ഷേപിച്ച GSAT-30 ഉപഗ്രഹം ഏത് വിഭാഗത്തിൽ പെടുന്നതാണ്? ഉത്തരം വാർത്താവിനിമയം. ഫ്രഞ്ച് ഗയാനയിൽ നിന്ന് ഏരിയൻ 5 റോക്കറ്റ് ഉപയോഗിച്ചാണ് GSAT-30 വിജയകരമായി വിക്ഷേപിച്ചത്. 3357 കിലോഗ്രാമാണ് ഈ ഉപഗ്രഹത്തിൻ്റെ ഭാരം. 15 വർഷമാണ് ഇതിൻ്റെ പ്രവർത്തന കാലാവധി. ISRO 2020 ജനുവരി 17 വിജയകരമായി വിക്ഷേപിച്ച GSAT-30 ഉപഗ്രഹം ഏതു വിഭാഗത്തിൽ പെടുന്നതാണ്? ഉത്തരം വാർത്താവിനിമയം. ഫ്രഞ്ച് ഗയാനയിൽ നിന്ന് ഏരിയൻ 5 റോക്കറ്റ് ഉപയോഗിച്ചാണ് GSAT-30 വിജയകരമായി വിക്ഷേപിച്ചത്. 3357 കിലോ. 21ാമത്തെ ചോദ്യം, അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ പ്ലെയർ ഓഫ് ദ ഇയർ പുരസ്കാരം ഇത്തവണ നേടിയത് ആര്? ഉത്തരം ബെൻ സ്റ്റോക്സ്. ഇംഗ്ലണ്ട് താരമാണ് ബെൻ സ്റ്റോക്സ്. മികച്ച ഏകദിന താരത്തിനുള്ള പുരസ്കാരം ഇന്ത്യയുടെ രോഹിത് ശർമ്മയ്ക്കാണ്. സ്പിരിറ്റ് ഓഫ് ദി ക്രിക്കറ്റ് പുരസ്കാരവും 2019 ICC ടെസ്റ്റ് ഏകദിന ടീം ക്യാപ്റ്റൻസിയും ഇന്ത്യയുടെ വിരാട് കോഹ്ലി നേടി. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ പ്ലെയർ ഓഫ് ദ ഇയർ പുരസ്കാരം ഇത്തവണ നേടിയത് ആര്? ഉത്തരം ബെൻ സ്റ്റോക്സ്. ഇംഗ്ലണ്ട് താരമാണ് ബെൻ സ്റ്റോക്സ്. മികച്ച ഏകദിന താരത്തിനുള്ള പുരസ്കാരം ഇന്ത്യയുടെ രോഹിത് ശർമ്മയ്ക്കാണ്. സ്പിരിറ്റ് ഓഫ് ദ ക്രിക്കറ്റ് പുരസ്കാരവും 2019 ICC ടെസ്റ്റ് ഏകദിന ടീം ക്യാപ്റ്റൻസിയും ഇന്ത്യയുടെ വിരാട് കോഹ്ലി നേടി. 22ാമത്തെ ചോദ്യം നോക്കിയാലോ. AP മഹേശ്വരി ഏത് അർദ്ധ സൈനിക വിഭാഗത്തിൻ്റെ ഡയറക്ടർ ജനറൽ ആണ്? ഉത്തരം CRPF. ലോകത്തെ ഏറ്റവും വലിയ പാരാമിലിറ്ററി ഫോഴ്സാണ് CRPF. 3.25 ലക്ഷമാണ് ഈ ഫോഴ്സിൻ്റെ അംഗബലം. ജനുവരി 15 IPS ഓഫീസറായ ആനന്ദ് പ്രകാശ് മഹേശ്വരി CRPFൻ്റെ ഡയറക്ടർ ജനറലായി ചുമതലയേറ്റത്. AP മഹേശ്വരി ഏത് അർദ്ധ സൈനിക വിഭാഗത്തിൻ്റെ ഡയറക്ടർ ജനറലാണ്? ഉത്തരം CRPF. ലോകത്തെ ഏറ്റവും വലിയ പാരാമിലിറ്ററി ഫോഴ്സാണ് CRPF. 3.25 ലക്ഷമാണ് ഈ ഫോഴ്സിൻ്റെ അംഗബലം. ജനുവരി 15 IPS ഓഫീസറായ ആനന്ദ് പ്രകാശ് മഹേശ്വരി CRPFൻ്റെ ഡയറക്ടർ ജനറലായി ചുമതലയേറ്റു. അടുത്ത ചോദ്യം, താഴെ പറയുന്ന ഏത് ഡാമിൻ്റെ ശില്പിയാണ് ജോൺ പെന്നിക്വിക്ക്? ഉത്തരം മുല്ലപ്പെരിയാർ. പെന്നിക്വിക്കിൻ്റെ ജന്മദിനമായ ജനുവരി 15 തമിഴ്നാട് സർക്കാർ 2020 മുതൽ പൊതു അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ബ്രിട്ടീഷ് ആർമി എഞ്ചിനീയറായിരുന്ന പെന്നിക്വിക്ക് മദ്രാസ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗമായി പ്രവർത്തിച്ചിട്ടുണ്ട്. താഴെ പറയുന്ന ഏത് ഡാമിൻ്റെ ശില്പിയാണ് ജോൺ പെന്നിക്വിക്ക്? ഉത്തരം മുല്ലപ്പെരിയാർ. പെന്നിക്വിക്കിൻ്റെ ജന്മദിനമായ ജനുവരി 15 തമിഴ്നാട് സർക്കാർ 2020 മുതൽ പൊതു അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ബ്രിട്ടീഷ് ആർമി എഞ്ചിനീയറായിരുന്ന പെന്നിക്വിക്ക് മദ്രാസ്
ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗമായി പ്രവർത്തിച്ചിട്ടുണ്ട്. അടുത്ത ചോദ്യം, സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പിൻ്റെ 2020 നിശാഗന്ധി പുരസ്കാരം ലഭിച്ചത് ആർക്ക്? ഉത്തരം ഡോക്ടർ CV ചന്ദ്രശേഖർ. സംഗീതം, നൃത്തം എന്നിവയിൽ മികവ് തെളിയിച്ച പ്രതിഭകളെ ആദരിക്കാനായി 2013 മുതൽ നൽകി വരുന്നതാണ് നിശാഗന്ധി പുരസ്കാരം. ആദ്യ പുരസ്കാരം 2013 മൃണാളിനി സാരാഭായ്ക്ക് ലഭിച്ചു. ഭരതനാട്യ പണ്ഡിതനും നർത്തകനുമാണ് ഡോക്ടർ CV ചന്ദ്രശേഖർ. 1.5 ലക്ഷം രൂപയും ഭരതമുനിയുടെ വെങ്കല ശില്പവും അടങ്ങുന്നതാണ് നിശാഗന്ധി പുരസ്കാരം. സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പിൻ്റെ 2020 നിശാഗന്ധി പുരസ്കാരം ലഭിച്ചത് ആർക്ക്? ഉത്തരം ഡോക്ടർ CV ചന്ദ്രശേഖർ. സംഗീതം, നൃത്തം എന്നിവയിൽ മികവ് തെളിയിച്ച പ്രതിഭകളെ ആദരിക്കാനായി 2013 മുതൽ നൽകി വരുന്നതാണ് നിശാഗന്ധി പുരസ്കാരം. ആദ്യ പുരസ്കാരം 2013 മൃണാളിനി സാരാഭായ്ക്ക് ലഭിച്ചു. ഭരതനാട്യ പണ്ഡിതനും നർത്തകനുമാണ് ഡോക്ടർ CV ചന്ദ്രശേഖർ. 1.5 ലക്ഷം രൂപയും ഭരതമുനിയുടെ വെങ്കല ശില്പവും അടങ്ങുന്നതാണ് നിശാഗന്ധി പുരസ്കാരം. 25ാമത്തെ ചോദ്യം, മിഖായേൽ മിഷുസ്തിൻ ഏത് രാജ്യത്തിൻ്റെ പുതിയ പ്രധാനമന്ത്രിയാണ്? ഉത്തരം റഷ്യ. 2012 മുതൽ റഷ്യൻ പ്രധാനമന്ത്രി പദവി വഹിച്ചിരുന്ന ദിമിത്രി മെദ്വദേവ് രാജിവെച്ചതിനെ തുടർന്നാണ് പുതിയ പ്രധാനമന്ത്രിയായി മിഖായേൽ മിഷുസ്തിനെ പ്രസിഡന്റ് വ്ളാദിമിർ പുതിൻ ശുപാർശ ചെയ്തത്. 2010 മുതൽ ഫെഡറൽ ടാക്സ് സർവീസ് മേധാവിയായി പ്രവർത്തിച്ചു വരികയായിരുന്നു മിഷുസ്തിൻ. മിഖായേൽ മിഷുസ്തിൻ ഏത് രാജ്യത്തിൻ്റെ പുതിയ പ്രധാനമന്ത്രിയാണ്? ഉത്തരം റഷ്യ. 2012 മുതൽ റഷ്യൻ പ്രധാനമന്ത്രി പദവി വഹിച്ചിരുന്ന ദിമിത്രി മെദ്വദേവ് രാജിവെച്ചതിനെ തുടർന്നാണ് പുതിയ പ്രധാനമന്ത്രിയായി മിഖായേൽ മിഷുസ്തിനെ പ്രസിഡന്റ് വ്ളാദിമിർ പുതിൻ ശുപാർശ ചെയ്തത്. 2010 മുതൽ ഫെഡറൽ ടാക്സ് സർവീസ് മേധാവിയായി പ്രവർത്തിച്ചു വരികയായിരുന്നു മിഷുസ്തിൻ. 26ാമത്തെ ചോദ്യം, പെന്റഗൺ ഏത് രാജ്യത്തിൻ്റെ പ്രതിരോധ ആസ്ഥാനമാണ്? ഉത്തരം അമേരിക്ക. ഇറാന്റെ സൈനിക കമാൻഡർ ഖാസിം സുലൈമാനിയെ വധിച്ചതിൽ പ്രതിഷേധിച്ച് US സൈന്യത്തെയും പ്രതിരോധ ആസ്ഥാനമായ പെന്റഗണെയും ഇറാൻ പാർലമെന്റ് ഭീകര പട്ടികയിൽ ഉൾപ്പെടുത്തി. ജനുവരി 5-നാണ് ബംഗ്ലാദേശിൽ വെച്ച് സുലൈമാനിയെ US വ്യോമാക്രമണത്തിലൂടെ വധിച്ചത്. പെന്റഗൺ ഏത് രാജ്യത്തിൻ്റെ പ്രതിരോധ ആസ്ഥാനമാണ്? ഉത്തരം അമേരിക്ക. ഇറാന്റെ സൈനിക കമാൻഡർ ഖാസിം സുലൈമാനിയെ വധിച്ചതിൽ പ്രതിഷേധിച്ച് US സൈന്യത്തെയും പ്രതിരോധ ആസ്ഥാനമായ പെന്റഗണെയും ഇറാൻ പാർലമെന്റ് ഭീകര പട്ടികയിൽ ഉൾപ്പെടുത്തി. ജനുവരി 5-നാണ് ബംഗ്ലാദേശിൽ വെച്ച് സുലൈമാനിയെ US വ്യോമാക്രമണത്തിലൂടെ വധിച്ചത്. 27ാമത്തെ ചോദ്യം, റിസർവ് ബാങ്കിന് തത്വത്തിൽ അനുമതി നൽകിയ സഹകരണ മേഖലയിലെ ആദ്യ ചെറുബാങ്കായ ശിവാലിക് മെർക്കന്റൈൽ സഹകരണ ബാങ്ക് ഏത് സംസ്ഥാനത്താണ്? ഉത്തരം ഉത്തർപ്രദേശ്. അർബൻ സഹകരണ ബാങ്കുകളെ ചെറുകിട ബാങ്കുകളാക്കാനുള്ള നയത്തിൻ്റെ ഭാഗമായാണ് റിസർവ് ബാങ്ക് ശിവാലിക് സഹകരണ ബാങ്കിന് തത്വത്തിൽ അനുമതി നൽകിയത്. ഉത്തർപ്രദേശിലെ സഹാരൻപൂരിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. 18 മാസം കൊണ്ട് റിസർവ് ബാങ്ക് നിബന്ധനകൾ പാലിച്ചാൽ ശിവാലിക്കിന് ചെറുബാങ്ക് പദവി ലഭിക്കും. റിസർവ് ബാങ്ക് തത്വത്തിൽ അനുമതി നൽകിയ സഹകരണ മേഖലയിലെ ആദ്യ ചെറുബാങ്കായ ശിവാലിക് മെർക്കന്റൈൽ സഹകരണ ബാങ്ക് ഏത് സംസ്ഥാനത്താണ്? ഉത്തരം ഉത്തർപ്രദേശ്. അർബൻ സഹകരണ ബാങ്കുകളെ ചെറുകിട ബാങ്കുകളാക്കാനുള്ള നയത്തിൻ്റെ ഭാഗമായാണ് റിസർവ് ബാങ്ക് ശിവാലിക് സഹകരണ ബാങ്കിന് തത്വത്തിൽ അനുമതി നൽകിയത്. ഉത്തർപ്രദേശിലെ സഹാരൻപൂരിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. 18 മാസം റിസർവ് ബാങ്ക് നിബന്ധനകൾ പാലിച്ചാൽ ശിവാലിക്കിന് ചെറുകിട ബാങ്ക് പദവി ലഭിക്കും. 28ാമത്തെ ചോദ്യം, അന്താരാഷ്ട്ര കാലാവസ്ഥാ സംഘടനയുടെ ഏറ്റവും പുതിയ കാലാവസ്ഥാ റിപ്പോർട്ട് പ്രകാരം 1901 ശേഷം ഏറ്റവും ചൂട് കൂടിയ എത്രാമത്തെ വർഷമായിരുന്നു 2019? ഉത്തരം 7ാമത്. അന്താരാഷ്ട്ര കാലാവസ്ഥാ ഓർഗനൈസേഷൻ്റെ 2019 കാലാവസ്ഥാ റിപ്പോർട്ട് 2020 ജനുവരി 7-നാണ് പ്രസിദ്ധീകരിച്ചത്. 2016-ലാണ് ഏറ്റവും ഉയർന്ന താപനില രേഖപ്പെടുത്തിയ വർഷം. അന്താരാഷ്ട്ര കാലാവസ്ഥാ സംഘടനയുടെ ഏറ്റവും പുതിയ കാലാവസ്ഥാ റിപ്പോർട്ട് പ്രകാരം 1901 ശേഷം ഏറ്റവും ചൂട് കൂടിയ എത്രാമത്തെ വർഷമായിരുന്നു 2019? ഉത്തരം 7ാമത്.
അന്താരാഷ്ട്ര കാലാവസ്ഥാ ഓർഗനൈസേഷൻ്റെ 2019 കാലാവസ്ഥാ റിപ്പോർട്ട് 2020 ജനുവരി 7 പ്രസിദ്ധീകരിച്ചത്. 2016 ഏറ്റവും ഉയർന്ന താപനില രേഖപ്പെടുത്തിയ വർഷം. 29ാമത്തെ ചോദ്യം നോക്കാം. ഒരു രാജ്യം ഒരു റേഷൻ കാർഡ് പദ്ധതി നടപ്പാക്കിയത് എന്നു മുതലാണ്? ഉത്തരം 2020 ജനുവരി 1. കേരളം ഉൾപ്പെടെ 12 സംസ്ഥാനങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടാണ് ആദ്യഘട്ടത്തിൽ പദ്ധതി തുടങ്ങിയത്. 2020 ജനുവരി 1 മുതൽ ഈ സംസ്ഥാനങ്ങളിലെ റേഷൻ കാർഡ് ഉടമകൾക്ക് ഇവയിൽ ഏത് സംസ്ഥാനത്തെ റേഷൻ കടയിൽ നിന്നും റേഷൻ സാധനങ്ങൾ വാങ്ങാനുള്ള സൗകര്യമൊരുക്കുന്നതാണ് പദ്ധതി. ഒരു രാജ്യം ഒരു റേഷൻ കാർഡ് പദ്ധതി നടപ്പാക്കിയത് എന്നു മുതലാണ്? ഉത്തരം 2020 ജനുവരി 1. കേരളം ഉൾപ്പെടെ 12 സംസ്ഥാനങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടാണ് ആദ്യഘട്ടത്തിൽ പദ്ധതി തുടങ്ങിയത്. 2020 ജനുവരി 1 മുതൽ ഈ സംസ്ഥാനങ്ങളിലെ റേഷൻ കാർഡ് ഉടമകൾക്ക് ഇവയിൽ ഏത് സംസ്ഥാനത്തെ റേഷൻ കടകളിൽ നിന്നും റേഷൻ സാധനങ്ങൾ വാങ്ങാനുള്ള സൗകര്യമൊരുക്കുന്നതാണ് പദ്ധതി. 30ാമത്തെ ചോദ്യം. ഇന്ത്യയുടെ പുതിയ കരസേനാ മേധാവി ആര്? ഉത്തരം മനോജ് മുകുന്ദ് നരവണെ. 2019 ഡിസംബർ 31 നരവണെ കരസേനാ മേധാവിയായി ചുമതലയേറ്റത്. ബിപിൻ റാവത്ത് ചീഫ് ഓഫീസ് ഡിഫൻസ് സ്റ്റാഫായി ചുമതലയേറ്റതിനെ തുടർന്നാണ് അദ്ദേഹം വഹിച്ചിരിക്കുന്ന കരസേനാ മേധാവി പദവിയിലേക്ക് നരവണെ എത്തിയത്. രാജ്യത്തിൻ്റെ 28ാമത് കരസേനാ മേധാവിയാണ് ഇദ്ദേഹം. ഇന്ത്യയുടെ പുതിയ കരസേനാ മേധാവിയായി ചുമതലയേറ്റത് മനോജ് മുകുന്ദ് നരവനെ. 2019 ഡിസംബർ 31 നരവനെ കരസേനാ മേധാവിയായി ചുമതലയേറ്റത്. ബിപിൻ റാവത്ത് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫായി ചുമതലയേറ്റതിനെ തുടർന്നാണ് അദ്ദേഹം വഹിച്ചിരിക്കുന്ന കരസേനാ മേധാവി പദവിയിലേക്ക് നരവനെ എത്തിയത്. രാജ്യത്തിൻ്റെ 28ാമത് കരസേനാ മേധാവിയാണ് ഇദ്ദേഹം. 31ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി ഏത് മേഖലയുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം സിനിമ. സിനിമയിലെ സ്ത്രീകളുടെ തൊഴിൽ സാഹചര്യം പരിശോധിച്ച് പ്രശ്നപരിഹാരം നിർദ്ദേശിക്കാനായി സംസ്ഥാന സർക്കാർ രൂപീകരിച്ച കമ്മിറ്റിയാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി. 2017 ജൂലൈ മാസത്തിലാണ് സർക്കാർ ഹേമ കമ്മീഷന് രൂപം നൽകിയത്. കമ്മിറ്റി റിപ്പോർട്ട് 2019 ഡിസംബർ 31 മുഖ്യമന്ത്രി പിണറായി വിജയന് സമർപ്പിച്ചു. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി ഏത് മേഖലയുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം സിനിമ. സിനിമയിലെ സ്ത്രീകളുടെ തൊഴിൽ സാഹചര്യം പരിശോധിച്ച് പ്രശ്നപരിഹാരം നിർദ്ദേശിക്കാനായി സംസ്ഥാന സർക്കാർ രൂപീകരിച്ച കമ്മിറ്റിയാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി. 2017 ജൂലൈ മാസത്തിലാണ് സർക്കാർ ഹേമ കമ്മീഷന് രൂപം നൽകിയത്. കമ്മിറ്റി റിപ്പോർട്ട് 2019 ഡിസംബർ 31 മുഖ്യമന്ത്രി പിണറായി വിജയന് സമർപ്പിച്ചു. അടുത്ത ചോദ്യം. ഏത് സംസ്ഥാന സർക്കാരാണ് പെൺകുട്ടികളുടെ വിവാഹത്തിന് 10 ഗ്രാം സ്വർണം സമ്മാനമായി നൽകുന്ന പദ്ധതി പ്രഖ്യാപിച്ചത്? ഉത്തരം അസം. വിവാഹം രജിസ്റ്റർ ചെയ്യുന്നവർക്കായാണ് അസം സർക്കാരിൻ്റെ ഈ സമ്മാന പദ്ധതി. 2020 ജനുവരി 1 പദ്ധതി നിലവിൽ വന്നു. വധു 10ാം ക്ലാസ് വരെയെങ്കിലും പഠിച്ചിരിക്കണം. കുടുംബത്തിൻ്റെ വാർഷിക വരുമാനം 5 ലക്ഷം രൂപയിൽ താഴെയായിരിക്കണം. തുടങ്ങിയ മാനദണ്ഡങ്ങൾക്ക് വിധേയമായാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഏത് സംസ്ഥാന സർക്കാരാണ് പെൺകുട്ടികളുടെ വിവാഹത്തിന് 10 ഗ്രാം സ്വർണം സമ്മാനമായി നൽകുന്ന പദ്ധതി പ്രഖ്യാപിച്ചത്? ഉത്തരം അസം. വിവാഹം രജിസ്റ്റർ ചെയ്യുന്നവർക്കാണ് അസം സർക്കാരിൻ്റെ ഈ സമ്മാന പദ്ധതി. 2020 ജനുവരി 1 പദ്ധതി നിലവിൽ വന്നു. വധു 10ാം ക്ലാസ് വരെയെങ്കിലും പഠിച്ചിരിക്കണം. കുടുംബത്തിന് വാർഷിക വരുമാനം 5 ലക്ഷം രൂപയിൽ താഴെയായിരിക്കണം. തുടങ്ങിയ മാനദണ്ഡങ്ങൾക്ക് വിധേയമായാണ് പദ്ധതി നടപ്പാക്കുന്നത്. അടുത്ത ചോദ്യം. ജനുവരി 7 കോയമ്പത്തൂരിൽ അന്തരിച്ച അക്ബർ പദംസി ഏത് രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രതിഭയായിരുന്നു? ഉത്തരം ചിത്രകല. അക്ബർ പദംസിയുടെ റിക്ലൈനിങ് നൂഡ എന്ന ചിത്രം 2011 10 കോടിയിലധികം രൂപയ്ക്കാണ് വിറ്റത്. 2010 പത്മഭൂഷൺ ലഭിച്ചിട്ടുണ്ട്. അക്കാദമിയുടെ ഫെലോഷിപ്പ്, സ്വർണ്ണ മെഡൽ എന്നിവയടക്കം ഒട്ടേറെ ബഹുമതികൾ നേടിയിട്ടുണ്ട്. ജനുവരി 7 കോയമ്പത്തൂരിൽ അന്തരിച്ച അക്ബർ പദംസി ഏത് രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രതിഭയായിരുന്നു? ഉത്തരം ചിത്രകല. അക്ബർ പദംസിയുടെ റിക്ലൈനിങ് നൂഡ എന്ന ചിത്രം 2011 10 കോടിയിലധികം രൂപയ്ക്കാണ് വിറ്റത്.
2010 പത്മഭൂഷൺ ലഭിച്ചിട്ടുണ്ട്. ലളിതകലാ അക്കാദമിയുടെ ഫെലോഷിപ്പ്, സ്വർണ്ണ മെഡൽ എന്നിവയടക്കം ഒട്ടേറെ ബഹുമതികൾ നേടിയിട്ടുണ്ട്. 34-ാമത്തെ ചോദ്യം. മുന്നാക്ക വിഭാഗങ്ങളിലെ സാമ്പത്തിക പിന്നാക്കക്കാർക്ക് സംവരണത്തിനുള്ള സാമ്പത്തിക പരിധി എത്രയായാണ് കേരള സർക്കാർ നിശ്ചയിച്ചിരിക്കുന്നത്? ഉത്തരം 4 ലക്ഷം. കുടുംബവാർഷിക വരുമാനം 4 ലക്ഷത്തിൽ കവിയാത്ത മുന്നാക്ക വിഭാഗക്കാർക്ക് സംസ്ഥാന സർക്കാർ ജോലികളിൽ 10% സാമ്പത്തിക സംവരണം ലഭിക്കും. സംവരണം നടപ്പാക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ നിർദ്ദേശിക്കാനായി സംസ്ഥാന സർക്കാർ രൂപീകരിച്ച ജസ്റ്റിസ് കെ ശ്രീധരൻ നായർ കമ്മീഷന്റെ റിപ്പോർട്ട് അനുസരിച്ചാണ് വരുമാന പരിധി 4 ലക്ഷമാക്കിയത്. കേന്ദ്ര സർക്കാർ 8 ലക്ഷം രൂപയാണ് സാമ്പത്തിക സംവരണത്തിനുള്ള വരുമാന പരിധിയായി നിശ്ചയിച്ചിരിക്കുന്നത്. മുന്നാക്ക വിഭാഗങ്ങളിലെ സാമ്പത്തിക പിന്നാക്കക്കാർക്ക് സംവരണത്തിനുള്ള സാമ്പത്തിക പരിധി എത്രയാണ് കേരള സർക്കാർ നിശ്ചയിച്ചിരിക്കുന്നത്? ഉത്തരം 4 ലക്ഷം. കുടുംബവാർഷിക വരുമാനം 4 ലക്ഷത്തിൽ കവിയാത്ത മുന്നാക്ക വിഭാഗക്കാർക്ക് സംസ്ഥാന സർക്കാർ ജോലികളിൽ 10% സാമ്പത്തിക സംവരണം ലഭിക്കും. സംവരണം നടപ്പാക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ നിർദ്ദേശിക്കാനായി സംസ്ഥാന സർക്കാർ രൂപീകരിച്ച ജസ്റ്റിസ് കെ ശ്രീധരൻ നായർ കമ്മീഷന്റെ റിപ്പോർട്ട് അനുസരിച്ചാണ് വരുമാന പരിധി 4 ലക്ഷമാക്കിയത്. കേന്ദ്ര സർക്കാർ 8 ലക്ഷം രൂപയാണ് സാമ്പത്തിക സംവരണത്തിനുള്ള വരുമാന പരിധിയായി നിശ്ചയിച്ചിട്ടുള്ളത്. 35-ാമത്തെ ചോദ്യം. ശബരിമല പുനഃപരിശോധനാ ഹർജികളിൽ തീർപ്പു കൽപ്പിക്കാൻ സുപ്രീം കോടതി രൂപീകരിച്ച ബെഞ്ചിൽ എത്ര ജഡ്ജിമാരാണ് ഉള്ളത്? ഉത്തരം 9. ചീഫ് ജസ്റ്റിസ് എസ്.എ. ബോബ്ഡെയാണ് 9-അംഗ ബെഞ്ചിന്റെ അധ്യക്ഷൻ. പുനഃപരിശോധനാ ഹർജികളിൽ ജനുവരി 13 മുതൽ ബെഞ്ച് വാദം കേൾക്കും. മുൻ ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്ര അധ്യക്ഷനായ ഭരണഘടനാ ബെഞ്ച് ശബരിമലയിൽ സ്ത്രീ പ്രവേശനം അനുവദിച്ചുകൊണ്ട് 2018 സെപ്റ്റംബർ 28-നാണ് വിധി പറഞ്ഞത്. ഇതിനെതിരെയുള്ള പുനഃപരിശോധനാ ഹർജികളാണ് പുതിയ ബെഞ്ച് വിശദമായ വാദത്തിന് പരിഗണിക്കുന്നത്. ശബരിമല പുനഃപരിശോധനാ ഹർജികളിൽ തീർപ്പു കൽപ്പിക്കാൻ സുപ്രീം കോടതി രൂപീകരിച്ച ബെഞ്ചിൽ എത്ര ജഡ്ജിമാരാണ് ഉള്ളത്? ഉത്തരം 9. ചീഫ് ജസ്റ്റിസ് എസ്.എ. ബോബ്ഡെയാണ് ബെഞ്ചിന്റെ അധ്യക്ഷൻ. പുനഃപരിശോധനാ ഹർജികളിൽ ജനുവരി 13 മുതൽ ബെഞ്ച് വാദം കേൾക്കും. മുൻ ജസ്റ്റിസ് ദീപക് മിശ്ര അധ്യക്ഷനായ ഭരണഘടനാ ബെഞ്ച് ശബരിമലയിൽ സ്ത്രീ പ്രവേശനം അനുവദിച്ചുകൊണ്ട് 2018 സെപ്റ്റംബർ 28-നാണ് വിധി പറഞ്ഞത്. ഇതിനെതിരെയുള്ള പുനഃപരിശോധനാ ഹർജികളാണ് പുതിയ ബെഞ്ച് വിശദമായ വാദത്തിന് പരിഗണിക്കുന്നത്. 36-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാലോ. ലോക ഹിന്ദി ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം ജനുവരി 10. ഭാരത സർക്കാരിന്റെ നേതൃത്വത്തിലാണ് എല്ലാ വർഷവും ജനുവരി 10-ന് ലോക ഹിന്ദി ദിനമായി ആചരിക്കുന്നത്. ലോകത്താകെ 43 കോടി പേർ ഹിന്ദി സംസാരിക്കുന്നതായാണ് കണക്ക്. 2006 മുതലാണ് ജനുവരി 10-ന് ഈ ദിനമായി ആചരിച്ചു തുടങ്ങിയത്. ദേശീയ ഹിന്ദി ദിനമായി ആചരിക്കുന്നത് സെപ്റ്റംബർ 14-നാണ്. ലോക ഹിന്ദി ദിനമായി ആചരിക്കുന്നത് ജനുവരി 10. ഭാരത സർക്കാരിന്റെ നേതൃത്വത്തിലാണ് എല്ലാ വർഷവും ജനുവരി 10-ന് ലോക ഹിന്ദി ദിനമായി ആചരിക്കുന്നത്. ലോകത്താകെ 43 കോടി പേർ ഹിന്ദി സംസാരിക്കുന്നതായാണ് കണക്ക്. 2006 മുതലാണ് ജനുവരി 10 ലോക ഹിന്ദി ദിനമായി ആചരിച്ചു തുടങ്ങിയത്. സെപ്റ്റംബർ 14-നാണ് ദേശീയ ഹിന്ദി ദിനമായി ആചരിക്കുന്നത്. 37-ാമത്തെ ചോദ്യം. ഐക്യരാഷ്ട്രസഭയുടെ എത്രാമത് വാർഷികമാണ് 2020? ഉത്തരം 75-ാമത്. 1942 ജനുവരി 1-നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് യുണൈറ്റഡ് നേഷൻ എന്ന പേര് സംഘടനയ്ക്ക് പ്രഖ്യാപിച്ചത്. 1945 ജനുവരി 26-ന് 50 രാജ്യങ്ങൾ UN ചാർട്ടറിൽ ഒപ്പുവെച്ചു. 1945 ഒക്ടോബർ 24-ന് ഐക്യരാഷ്ട്ര സംഘടന നിലവിൽ വന്നു. ഐക്യരാഷ്ട്രസഭയുടെ 75-ാമത് വാർഷികമാണ് 2020. 1942 ജനുവരി 1-നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് യുണൈറ്റഡ് നേഷൻ എന്ന പേര് സംഘടനയ്ക്ക് പ്രഖ്യാപിച്ചത്. 1945 ജനുവരി 26-ന് 50 രാജ്യങ്ങൾ UN ചാർട്ടറിൽ ഒപ്പുവെച്ചു. 1945 ഒക്ടോബർ 24-ന് ഐക്യരാഷ്ട്ര സംഘടന നിലവിൽ വന്നു.
38ാമത്തെ ചോദ്യം. ജനമൈത്രി സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി ദുർബല വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് വീടിനകത്തും പുറത്തും സുരക്ഷിതമായ ജീവിതം ഉറപ്പാക്കുന്നതിനായുള്ള കേരള പോലീസിന്റെ പദ്ധതി. ഉത്തരം കവചം പദ്ധതി. കുട്ടികളിൽ ശാരീരിക ലൈംഗിക പീഡനങ്ങൾക്കും കുറ്റകൃത്യങ്ങൾക്കും ഇരയാക്കുന്നത് തടയാൻ കവചം എന്ന പേരിൽ പോലീസ് പുതിയ പദ്ധതി നടപ്പാക്കും. ഇതേ പേരിൽ കണ്ണൂർ റേഞ്ചിൽ നടപ്പാക്കിയ പദ്ധതിയാണ് സംസ്ഥാനമൊട്ടാകെ വ്യാപിപ്പിക്കുന്നത്. ജനമൈത്രി സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി ദുർബല വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് വീടിനകത്തും പുറത്തും സുരക്ഷിതമായ ജീവിതം ഉറപ്പാക്കുന്നതിനായുള്ള കേരള പോലീസിന്റെ പദ്ധതിയാണ് കവചം പദ്ധതി. കുട്ടികളിൽ ശാരീരിക ലൈംഗിക പീഡനങ്ങൾക്കും കുറ്റകൃത്യങ്ങൾക്കും ഇരയാകുന്നത് തടയാൻ കവചം എന്ന പേരിൽ പോലീസ് പുതിയ പദ്ധതി നടപ്പാക്കും. ഇതേ പേരിൽ കണ്ണൂർ റേഞ്ചിൽ നടപ്പാക്കിയ പദ്ധതിയാണ് സംസ്ഥാനമൊട്ടാകെ വ്യാപിപ്പിക്കുന്നത്. 39ാമത്തെ ചോദ്യം നോക്കിയാലോ. ആരുടെ ജന്മദിനമാണ് ദേശീയ യുവജന ദിനമായി ആചരിക്കുന്നത്? ആരുടെ ജന്മദിനമാണ് ദേശീയ യുവജന ദിനമായി ആചരിക്കുന്നത്? ഉത്തരം സ്വാമി വിവേകാനന്ദൻ. 1985 മുതലാണ് സ്വാമി വിവേകാനന്ദന്റെ ജന്മദിനമായ ജനുവരി 12 ദേശീയ യുവജന ദിനമായി ആചരിക്കുന്നത്. ദിനാചരണത്തിന്റെ ഇത്തവണത്തെ പ്രധാന വേദി ഉത്തർപ്രദേശായിരുന്നു. ഇതോടനുബന്ധിച്ച് കേന്ദ്ര ഗവൺമെന്റ് എല്ലാ വർഷവും നാഷണൽ യൂത്ത് ഫെസ്റ്റിവലും നടത്തിവരുന്നുണ്ട്. ജനുവരി 12 മുതൽ 16 വരെ ഉത്തർപ്രദേശിലെ ലക്നൌവിലാണ് ഇത്തവണത്തെ ദേശീയ യൂത്ത് ഫെസ്റ്റിവൽ. ആരുടെ ജന്മദിനമാണ് ദേശീയ യുവജന ദിനമായി ആചരിക്കുന്നത്? ഉത്തരം സ്വാമി വിവേകാനന്ദൻ. 1985 മുതലാണ് സ്വാമി വിവേകാനന്ദന്റെ ജന്മദിനമായ ജനുവരി 12 ദേശീയ യുവജന ദിനമായി ആചരിക്കുന്നത്. ദിനാചരണത്തിന്റെ ഇത്തവണത്തെ പ്രധാന വേദി ഉത്തർപ്രദേശിലായിരുന്നു. ഇതോടനുബന്ധിച്ച് കേന്ദ്ര ഗവൺമെന്റ് എല്ലാ വർഷവും നാഷണൽ യൂത്ത് ഫെസ്റ്റിവലും നടത്തുന്നുണ്ട്. ജനുവരി 12 മുതൽ 16 വരെ ഉത്തർപ്രദേശിലെ ലക്നൌവിലാണ് ഇത്തവണത്തെ ദേശീയ യൂത്ത് ഫെസ്റ്റിവൽ. 40ാമത്തെ ചോദ്യം. പൗരത്വ നിയമ ഭേദഗതി നിയമം നിലവിൽ വന്നത് എപ്പോൾ? ഉത്തരം 2020 ജനുവരി 10. 2019 ഡിസംബർ 12 പൗരത്വ നിയമ ഭേദഗതി നിയമം രാഷ്ട്രപതിയുടെ അംഗീകാരത്തോടെ വിജ്ഞാപനം ചെയ്തെങ്കിലും കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിക്കും ഇത് പ്രാബല്യത്തിലാവൂ എന്നായിരുന്നു നിയമത്തിലുണ്ടായിരുന്നത്. 2020 ജനുവരി 10 രാത്രി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിയമം പ്രാബല്യത്തിലായതായി പ്രഖ്യാപിക്കുകയായിരുന്നു. പൗരത്വ നിയമ ഭേദഗതി നിയമം നിലവിൽ വന്നത് എപ്പോൾ? 2020 ജനുവരി 10. 2019 ഡിസംബർ 12 പൗരത്വ നിയമ ഭേദഗതി നിയമം രാഷ്ട്രപതിയുടെ അംഗീകാരത്തോടെ വിജ്ഞാപനം ചെയ്തെങ്കിലും കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിക്കുന്ന തീയതി മുതലേ ഇത് പ്രാബല്യത്തിലാവൂ എന്നായിരുന്നു നിയമത്തിലുണ്ടായിരുന്നത്. 2020 ജനുവരി 10 രാത്രി. നമ്മൾ അടുത്തതായി നോക്കാൻ പോകുന്നത് 41ാമത്തെ ചോദ്യമാണ്. ചോദ്യം ഇതാണ്. H1N1 പനിക്ക് കാരണമായ വൈറസിന്റെ പ്രധാന വാഹകരായ ജീവി ഏതാണ്? ഉത്തരം പന്നി. പന്നിപ്പനി എന്നായിരുന്നു ഈ രോഗം വ്യാപകമായി അറിയപ്പെട്ടിരുന്നത്. ഹിമഗ്ലൂട്ടിനിൻ ന്യൂറാമിനിഡസ് എന്നാണ് HN എന്നിവയുടെ മുഴുവൻ രൂപം. പക്ഷിപ്പനി എന്നറിയപ്പെടുന്നത് H5H1 പനിയാണ്. പക്ഷികളിൽ നിന്നാണ് ഈ പനി പ്രധാനമായും മനുഷ്യരിലെത്തുന്നത്. H1N1 പനിക്ക് കാരണമായ വൈറസിന്റെ പ്രധാന വാഹകരായ ജീവി ഏതാണ്? ഉത്തരം പന്നി. പന്നിപ്പനി എന്നായിരുന്നു ഈ രോഗം വ്യാപകമായി അറിയപ്പെട്ടിരുന്നത്. ഹിമഗ്ലൂട്ടിനിൻ ന്യൂറാമിനിഡസ് എന്നാണ് HN എന്നിവയുടെ മുഴുവൻ രൂപം. പക്ഷിപ്പനി എന്നറിയപ്പെടുന്നത് H5H1 പനിയാണ്. പക്ഷികളിൽ നിന്നാണ് ഈ പനി പ്രധാനമായും മനുഷ്യരിലെത്തുന്നത്. അടുത്ത ചോദ്യം ഏതാണെന്ന് നോക്കാം. ഹൈതം ബിൻ താരിഫ് അൽ സയീദ് ഏത് അറബ് രാജ്യത്തെ പുതിയ ഭരണാധികാരിയാണ്? ഉത്തരം ഒമാൻ. സുൽത്താനേറ്റ് ഓഫ് ഒമാനെ അരനൂറ്റാണ്ടോളം നയിച്ച സുൽത്താൻ ഖാബൂസ് സയ്യിദ് അൽ സയീദ് ജനുവരി 11 അന്തരിച്ചതിനെ തുടർന്നാണ് ഹൈതം ബിൻ താരിഫ് പുതിയ ഭരണാധികാരിയായത്. അറബ് രാജ്യത്ത് കൂടുതൽ കാലം ഭരണാധികാരിയായ വ്യക്തിയായിരുന്നു സുൽത്താൻ ഖാബൂസ്. ഹൈതം ബിൻ താരിഫ് അൽ സയീദ് ഏത് അറബ് രാജ്യത്തെ പുതിയ ഭരണാധികാരിയാണ്? ഉത്തരം ഒമാൻ. സുൽത്താനേറ്റ് ഓഫ് ഒമാനെ അരനൂറ്റാണ്ടോളം നയിച്ച സുൽത്താൻ ഖാബൂസ് സയ്യിദ് അൽ സയീദ് ജനുവരി 11 അന്തരിച്ചതിനെ തുടർന്നാണ് ഹൈതം
ബിൻ താരിഫ് പുതിയ ഭരണാധികാരിയായത്? അറബ് രാജ്യത്ത് കൂടുതൽ കാലം ഭരണാധികാരിയായ വ്യക്തിയായിരുന്നു സുൽത്താൻ ഖാബൂസ്. 43-ാമത്തെ ചോദ്യം. ആത്മഹത്യാ നിരക്കിൽ രാജ്യത്ത് ഏറ്റവും മുന്നിലുള്ള നഗരം ഏതാണ്? ഉത്തരം കൊല്ലം. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ 2018 കണക്ക് പ്രകാരം കൊല്ലത്ത് 2018 393 ആത്മഹത്യകളാണ് റിപ്പോർട്ട് ചെയ്തത്. തൊട്ട് മുന്നത്തെ വർഷത്തേക്കാൾ ഇത് കുറവാണെങ്കിലും ഒന്നാം സ്ഥാനത്തിന് മാറ്റമുണ്ടായില്ല. 2018 ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടന്ന 5 സംസ്ഥാനങ്ങളിൽ ഒന്ന് കേരളമാണ്. ആത്മഹത്യാ നിരക്കിൽ രാജ്യത്ത് ഏറ്റവും മുന്നിലുള്ള നഗരം ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം കൊല്ലം. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ 2018 കണക്ക് പ്രകാരം കൊല്ലത്ത് 393 ആത്മഹത്യകളാണ് റിപ്പോർട്ട് ചെയ്തത്. തൊട്ട് മുമ്പത്തെ വർഷത്തേക്കാൾ ഇത് കുറവാണെങ്കിലും ഒന്നാം സ്ഥാനത്തിന് മാറ്റമുണ്ടായില്ല. 2018 ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടന്ന 5 സംസ്ഥാനങ്ങളിൽ ഒന്ന് കേരളമാണ്. അടുത്ത ചോദ്യം. 2019 ഓടക്കുഴൽ അവാർഡ് നേടിയ മായാമനുഷ്യൻ എന്ന കൃതി രചിച്ചത് ആര്? ഉത്തരം എൻ പ്രഭാകരൻ. മഹാകവി ജി ശങ്കരക്കുറുപ്പ് സ്ഥാപിച്ച ഗുരുവായൂരപ്പൻ ട്രസ്റ്റാണ് എല്ലാ വർഷവും ഓടക്കുഴൽ അവാർഡ് നൽകുന്നത്. 30,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. 2019 ഓടക്കുഴൽ അവാർഡ് നേടിയ മായാമനുഷ്യൻ എന്ന കൃതി രചിച്ചത് എൻ പ്രഭാകരൻ. മഹാകവി ജി ശങ്കരക്കുറുപ്പ് സ്ഥാപിച്ച ഗുരുവായൂരപ്പൻ ട്രസ്റ്റാണ് എല്ലാ വർഷവും ഓടക്കുഴൽ അവാർഡ് നൽകുന്നത്. 30,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. 45-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ശ്യാമപ്രസാദ് മുഖർജിയുടെ പേരിൽ പുനർനാമകരണം ചെയ്യപ്പെട്ട ഇന്ത്യയിലെ തുറമുഖം ഏതാണ്? ഉത്തരം കൊൽക്കത്ത. ജനുവരി 12 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് കൊൽക്കത്ത തുറമുഖത്തിന്റെ പുനർനാമകരണം നിർവഹിച്ചത്. തുറമുഖത്തിന്റെ 150-ാം വാർഷികത്തിലായിരുന്നു പേരുമാറ്റം. ജവഹർലാൽ നെഹ്റു മന്ത്രിസഭയിൽ വ്യവസായ വിതരണ വകുപ്പ് മന്ത്രിയായിരുന്നു ശ്യാമപ്രസാദ് മുഖർജി. BJPയുടെ മാതൃസംഘടനയായ ജനസംഘിന്റെ സ്ഥാപകനാണ്. ശ്യാമപ്രസാദ് മുഖർജിയുടെ പേരിൽ പുനർനാമകരണം ചെയ്യപ്പെട്ട ഇന്ത്യയിലെ തുറമുഖം ഏതാണ്? ഉത്തരം കൊൽക്കത്ത. ജനുവരി 12 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് കൊൽക്കത്ത തുറമുഖത്തിന്റെ പുനർനാമകരണം നിർവഹിച്ചത്. തുറമുഖത്തിന്റെ 150-ാം വാർഷികത്തിലായിരുന്നു പേരുമാറ്റം. ജവഹർലാൽ നെഹ്റു മന്ത്രിസഭയിൽ വ്യവസായ വിതരണ വകുപ്പ് മന്ത്രിയായിരുന്നു ശ്യാമപ്രസാദ് മുഖർജി. BJPയുടെ മാതൃസംഘടനയായ ജനസംഘിന്റെ സ്ഥാപകൻ കൂടിയാണ് ശ്യാമപ്രസാദ് മുഖർജി. അടുത്ത ചോദ്യം. കേരളത്തിൽ നിയന്ത്രിത സ്ഫോടനത്തിലൂടെ തകർക്കപ്പെട്ട ആദ്യ ഫ്ലാറ്റ് ഏതാണ്? ഉത്തരം ഹോളി ഫെയ്ത്ത് H2O. 2020 ജനുവരി 11 നിയന്ത്രിത സ്ഫോടനത്തിലൂടെ ഈ ഫ്ലാറ്റ് തകർത്തത്. മറ്റു ഫ്ലാറ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആൽഫ സെറിൻ 2020 ജനുവരി 11, ജെയിൻസ് കോറൽ കോവ്, ഗോൾഡൻ കായലോരം രണ്ടും 2020 ജനുവരി 12. ജസ്റ്റിസ് അരുൺ മിശ്ര, ജസ്റ്റിസ് S രവീന്ദ്ര ഭട്ട് എന്നീ സുപ്രീം കോടതി ജഡ്ജിമാരുടെ ഉത്തരവ് പ്രകാരമാണ് ഫ്ളാറ്റുകൾ പൊളിച്ചത്. കേരളത്തിൽ നിയന്ത്രിത സ്ഫോടനത്തിലൂടെ തകർക്കപ്പെട്ട ആദ്യ ഫ്ലാറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം ഹോളി ഫെയ്ത്ത് H2O 2020 ജനുവരി 11. മറ്റു ഫ്ലാറ്റുകൾ ആൽഫ സെറിൻ, ജെയിൻസ് കോറൽ കോവ്, ഗോൾഡൻ കായലോരം എന്നിവയാണ്. ജസ്റ്റിസ് അരുൺ മിശ്ര, ജസ്റ്റിസ് S രവീന്ദ്ര ഭട്ട് എന്നീ സുപ്രീം കോടതി ജഡ്ജിമാരുടെ ഉത്തരവ് പ്രകാരമാണ് ഫ്ലാറ്റുകൾ പൊളിച്ചത്. 47-ാമത്തെ ചോദ്യം. മാൾട്ടയുടെ പുതിയ പ്രധാനമന്ത്രി ആര്? ഉത്തരം റോബർട്ട് അബെല. മാൾട്ടയുടെ പുതിയ പ്രധാനമന്ത്രി റോബർട്ട് അബെല. 48-ാമത്തെ ചോദ്യം. ഏത് വിഭാഗത്തിൽപ്പെട്ട സ്കൂളുകളെയാണ് നോ ആങ്കർ സോൺ അല്ലെങ്കിൽ ആങ്കർ ഫ്രീ സോൺ എന്ന ഗണത്തിൽ ഉൾപ്പെടുത്തിയത്? ഉത്തരം CBSE. ഏത് വിഭാഗത്തിൽപ്പെട്ട സ്കൂളുകളെയാണ് നോ ആങ്കർ സോൺ അല്ലെങ്കിൽ ആങ്കർ ഫ്രീ സോൺ എന്ന ഗണത്തിൽ ഉൾപ്പെടുത്തിയത്? ഉത്തരം CBSE. അടുത്ത ചോദ്യം. 2020 ജനുവരിയിൽ ആൻഡ്രോയിഡ് ഫോണുകളെ ബാധിച്ച മാൽവെയർ ഏതാണ്? ഉത്തരം ഷോപ്പർ. 2020 ജനുവരിയിൽ ആൻഡ്രോയിഡ് ഫോണുകളെ ബാധിച്ച മാൽവെയർ ഏതാണ്? ഉത്തരം ഷോപ്പർ. ഈ ഭാഗത്തിലെ അവസാന ചോദ്യം. നാഷണൽ ബുക്ക് ട്രസ്റ്റിന്റെ പുതിയ ഡയറക്ടർ ആരാണ്?
ഉത്തരം യുവരാജ് മാലിക്. നാഷണൽ ബുക്ക് ട്രസ്റ്റിൻ്റെ പുതിയ ഡയറക്ടർ ആരാണ്? ഉത്തരം യുവരാജ് മാലിക്. 50 ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ഈ വീഡിയോ, ജനുവരി മാസത്തെ ആദ്യ ഭാഗത്തെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമാകും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ കൂട്ടുകാർക്ക് വേണ്ടിയും ഷെയർ ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണും അതിനടുത്ത് കാണുന്ന ബെൽ ഐക്കണും പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എന്നാൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. ജനുവരി മാസത്തെ സെക്കൻഡ് പാർട്ടുമായി ഞാൻ ഉടനെ വരുന്നതായിരിക്കും.